നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ 2025 ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെയും ബിജൂസ് PSCയുടെയും പുതുവത്സര ആശംസകൾ. പ്രത്യേകിച്ച് 2025 ഉദ്യോഗം പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പരിപാടികളിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പൊന്ന് പറയുന്നോട്ടെ, ഈ 2025 എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു നല്ല വർഷമായി തന്നെ മാറുമെന്നതിന് സംശയമൊന്നും വേണ്ട. കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റ്, സബ് ഇൻസ്പെക്ടർ പോലീസ്, സെയിൽസ്മാൻ, പിന്നെ വിവിധ HSAകൾ, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനുകളുടെ ഒരു പെരുമഴ തന്നെ പെയ്യിച്ചു ഡിസംബർ 31 നമ്മുടെ PSC. നമ്മുടെ PSC കഴിഞ്ഞ വർഷം ഏതാണ്ട് 34,000 കൂടുതൽ നിയമനങ്ങളാണ് നടത്തിയത്. നമ്മളതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് അറിയുന്നില്ല, അതിൻ്റെ പുറകിലൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്തായാലും 34,000 കൂടുതൽ നിയമനങ്ങൾ നടത്തി PSC എന്നാണ് അറിയാൻ പറ്റിയത് കഴിഞ്ഞ ഒരു വർഷം. ഇനി വരുന്ന വർഷം അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2025 എന്ന് പറയുന്നത് പെൻഷൻ പറ്റുന്നവരുടെ ഒരു വൻ പട തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം പേര് പെൻഷൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വിരമിക്കൽ നടക്കുന്ന പോസ്റ്റുകളിലൊക്കെ തന്നെ നിയമനം നടത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ്സിന് പോലുള്ള പോസ്റ്റുകളിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ് 2025. എന്തായാലും നമ്മുടെ PSC മറ്റൊന്നും കൂടെ ചെയ്തു, ഒരു വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ചു. ഈ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ഒരു വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സെക്രട്ടേറിയറ്റ്സിന് പോലുള്ള പരീക്ഷകൾ, ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾ ഏതാണ്ട് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ആ സെക്രട്ടേറിയറ്റ്സിൻ്റെ മെയിൻ പരീക്ഷ ഒക്ടോബറിൽ വരുമെന്ന് പറയുന്നു. അപ്പോൾ കൃത്യമായി നമുക്കൊരു സമയം അവർ തരുന്നുണ്ട്, കൃത്യമായൊരു സിലബസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനത് വളരെ സൗകര്യമായ ഒരു കാര്യമായി മാറുന്നു. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് 2025 വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാക്കി തന്നെ മാറ്റണം. തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ്സിൻ്റെ പോലുള്ള പരീക്ഷകളും HSA പോലുള്ള പരീക്ഷകളും ഒക്കെ നമ്മളെ തേടി വന്നിരിക്കുന്ന ഈ സമയം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. ഒരു തീവ്രമായ പരിശീലനത്തിന് തന്നെ നമുക്ക് തുടക്കം കുറിക്കാം. ഇപ്പോൾ നമ്മൾ ബിജൂസ് PSCയുടെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തായാലും ആ ഒരു തീവ്രമായ പരിശീലനത്തിന് തയ്യാറാകുന്ന നിങ്ങൾക്ക് തീവ്രമായ ഒരു ക്ലാസ്സുകളുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾക്ക് ബിജൂസ് PSCയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നവോത്ഥാന നായകനിലേക്ക് പോകാം. നമ്മളെ ഇന്നത്തെ എപ്പിസോഡിലെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് സ്വാമി വാഗ്ഭടാനന്ദനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പണ്ഡിറ്റ് കർപ്പനിൽ പറഞ്ഞു നിർത്തി. പണ്ഡിറ്റ് കർപ്പൻ 1885 ജനിച്ച ആളാണ്. അപ്പോൾ നമ്മുടെ സ്വാമി വാഗ്ഭടാനന്ദനും 1885 തന്നെയാണ് ജനിച്ചത്. അപ്പോൾ 1885 ജനിച്ചു. 1939 അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ സ്വാമി വാഗ്ഭടാനന്ദൻ അദ്ദേഹം നമ്മുടെ കണ്ണൂരിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വാമി വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ ആദ്യത്തെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണന് പിന്നീട് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് നമ്മൾ പഠിച്ചു മുൻപൊരു എപ്പിസോഡിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ എന്നവിടെ പറഞ്ഞു. അപ്പോൾ അതും ഒരു ഫാക്റ്റായിട്ട് ഇപ്പോൾ ഓർക്കാമല്ലോ. വാഗ്ഭടാനന്ദൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് എന്ത് പേര് കൊടുത്തത്? വാഗ്ഭടാനന്ദൻ എന്ന പേര് കൊടുക്കുന്നത്. വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ, അദ്ദേഹത്തെ നമ്മൾ ബാലഗുരു എന്ന് വിളിക്കുന്നുണ്ട്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. അതുപോലെ അദ്ദേഹത്തെ നിർഗുണോപാസകൻ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ദൈവമില്ല എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. നിർഗുണോപാസകൻ എന്നറിയപ്പെടുന്നു വാഗ്ഭടാനന്ദൻ. അതുപോലെ അദ്ദേഹത്തെ നമ്മളെന്ത് വിളിക്കുന്നു? ബാലഗുരു എന്ന് വിളിക്കുന്നു. അപ്പോൾ VK ഗുരുക്കൾ എന്നും ഒരു പേരുണ്ട് അദ്ദേഹത്തിന്. VK ഗുരുക്കൾ, അത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും കൂടെ ചേർത്തിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. VK വയലേരി, അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് വയലേരി.
വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ, അതാണ് എന്തോ പേരെന്ന് പറയുന്നത്, VK ഗുരുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പഠിച്ചു നമ്മൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് പഠിച്ചു, ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം ജനിച്ച സ്ഥലം പറഞ്ഞു, എവിടെയാണ്? അദ്ദേഹം പാട്യത്താണ് ജനിച്ചത്, കണ്ണൂരാണ് പാട്യം. ഇനി അദ്ദേഹം നമ്മുടെ രാജാറാം മോഹൻ റായിയെ മാതൃകയാക്കിയ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനാണ്. രാജാറാം മോഹൻ റായിയെ മാതൃകയാക്കി. അപ്പോൾ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം ആദ്യം. സന്യാസിയായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തൊക്കെ പോയി സന്യാസിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് സന്യാസമൊക്കെ ജീവിച്ച് പിന്നെ ആശാൻ ഖദർക്ക് ഇട്ടങ്ങ് പോകുമായിരുന്നു. അപ്പോൾ കാവിയിൽ നിന്ന് ഖദറിലേക്ക് പോയ കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. കാവിയിൽ നിന്ന് ഖദറിലേക്ക്, കാവി ടു ഖദർ, അതാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സംസ്കൃത സ്കൂൾ അദ്ദേഹം കോഴിക്കോട് ആരംഭിച്ചു 1911. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഒരു സംസ്കൃത സ്കൂള്, തത്വപ്രകാശിക ആശ്രമം എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. തത്വപ്രകാശിക ആശ്രമം കോഴിക്കോട്. പിന്നെ അതുപോലെ അദ്ദേഹം ഈ നമ്മുടെ കല്ലായിൽ രാജയോഗ കൗമുദി യോഗശാല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ആരംഭിച്ചു. അത് കല്ലായിൽ അദ്ദേഹം ആരംഭിച്ചു രാജയോഗ കൗമുദി യോഗശാല എന്ന പേരിൽ ഒരു സ്ഥാപനം. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. പ്രീതി ഭോജനത്തിനെ കുറിച്ച ആളാണ്. പ്രീതി ഭോജനം, അതായത് നമ്മൾ മിശ്ര ഭോജനം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സമപന്തി ഭോജനം, പന്തി ഭോജനം ഇതൊക്കെ പഠിച്ചല്ലോ. സമപന്തി ഭോജനം ആരുടെയാണ്? സമത്വ സമാജമൊക്കെ ആരംഭിച്ചത് നമ്മുടെ വൈകുണ്ഠ സ്വാമിയുടേത്. അതുപോലെ തക്കാടയ്യയുടേത് പന്തി ഭോജനം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പ്രീതി ഭോജനം. അപ്പോൾ പ്രീതി ഭോജനം നടത്തിയ ആളാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ മലബാറിൽ അദ്ദേഹം ഒരു കർഷക സംഘം രൂപീകരിച്ചു. മലബാറിൽ കർഷക സംഘം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളും ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. പിന്നെ അതുപോലെ ഈ സമുദായ മതനവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഈ പ്രവർത്തനങ്ങളെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധിപ്പിച്ചു. അപ്പോൾ സമുദായ മതനവീകരണ പ്രസ്ഥാനങ്ങളെ ദേശീയ പ്രസ്ഥാനവുമായി യോജിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നവരാണ് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹം ഗാന്ധിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. 1932 കമ്മ്യൂണൽ അവാർഡ്, അതായത് ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഗാന്ധിജി പൂനെയിലെ എർവാദ ജയിലിൽ നിരാഹാരം ആരംഭിക്കുന്നു. ഗാന്ധി പൂനെയിലെ എർവാദ ജയിലിൽ നിരാഹാരം ആരംഭിക്കുമ്പോൾ സേവ് ദി സോൾ ഓഫ് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു. സേവ് ദി സോൾ ഓഫ് ഗാന്ധി, ഗാന്ധിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ലേഖനം എഴുതുകയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു ലേഖനം എഴുതുന്നത്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് 3 പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടൊരു പ്രസിദ്ധീകരണമായിരുന്നു അഭിനവ കേരള. ഈ അഭിനവ കേരളത്തിൻ്റെ അതിൻ്റെ ഒരു ആപ്തവാക്യം തന്നെ പറയുന്നുണ്ട്: ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. എവേക്ക്, റിമെമ്പർ ദി ക്രിയേറ്റർ, എറൈസ് ആൻഡ് ഫൈറ്റ് അഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ മുദ്രാവാക്യം. എവേക്ക്, റിമെമ്പർ ദി ക്രിയേറ്റർ, എറൈസ് ആൻഡ് ഫൈറ്റ് അഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനവ കേരളത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ആത്മവിദ്യാ കാഹളം എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടായിരുന്നു. ആത്മവിദ്യാ കാഹളം. പിന്നെ അതുപോലെ ശിവയോഗി വിലാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു. ശിവയോഗി വിലാസം എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. അതുപോലെ യജമാനൻ, അദ്ദേഹത്തിൻ്റെ ഒരു പത്രമാണ് യജമാനൻ എന്ന പേരിലൊരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ശ്രീനാരായണ ഗുരു ഇദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കാണുന്നുണ്ട് 1914. 1914 വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്, വാഗ്ഭടാനന്ദൻ്റെ പുസ്തകങ്ങളാണ് ഗാന്ധിയും ശാസ്ത്രവ്യാഖ്യാനവും. വാഗ്ഭടാനന്ദൻ്റെ പുസ്തകങ്ങളാണ് ഗാന്ധിയും ശാസ്ത്രവ്യാഖ്യാനവും.
അതുപോലെ ബ്രഹ്മസങ്കീർത്തനം, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, സ്വതന്ത്ര ചിന്താമണി ഒക്കെ വാഗ്ഭടാനന്ദൻ്റെ പുസ്തകങ്ങളാണ്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, ബ്രഹ്മസങ്കീർത്തനം, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ഈ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു പേരാണ്. അതാരുടെ പുസ്തകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ചോദ്യം ചോദിക്കൽ രീതിയിൽ ആ ഒരു പുസ്തകത്തിൻ്റെ പേര് മാത്രം ആയിരിക്കില്ലല്ലോ ചോദിക്കുന്നത്. അവർ ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും, ബ്രഹ്മസങ്കീർത്തനം, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, ഇങ്ങനൊരു 4 പേര് എന്നിട്ട് ചൂടെ കൊടുക്കുന്നവയിൽ വാഗ്ഭടാനന്ദൻ്റെ പുസ്തകം ഏത് എന്ന് ചോദിച്ചിട്ട് 1ഉം 2ഉം 2ഉം 3ഉം 3ഉം 4ഉം ഇവയെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, ബ്രഹ്മസങ്കീർത്തനം, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, സ്വതന്ത്ര ചിന്താമണി, ഇതൊക്കെ അയാളുടെ പുസ്തകം തന്നെയാണ്, വാഗ്ഭടാനന്ദൻ്റെ പുസ്തകം തന്നെയാണ്. അപ്പം അങ്ങനെ കാവ്യയിൽ നിന്ന് ഖദറിലേക്ക് പോയ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ. കണ്ണൂരിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച വാഗ്ഭടാനന്ദൻ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചയാൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, വാഗ്ഭടാനന്ദനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പ്രീതി ഭോജനം നടത്തിയത്, മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് തീർത്തും വേണ്ടതായ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു നവോത്ഥാന നായകനുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.